ഹായ്, ഇന്ന് ഞാനാണെങ്കിൽ അടുത്ത് ഒരു ലെയറായിട്ടുള്ളത് ഞാൻ ഡിസൈൻ ഈ സൈഡ് ഇടാം കേട്ടോ. ലെയറായിട്ടുള്ളൊരു ഫ്രോക്ക് ചെയ്യാം. പ്ലസ് പിന്നെ എൻ്റെ സ്ഥിരം കലാപരിപാടിയായ ഹാൻഡ് വർക്കും കൂടെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് മെറ്റീരിയൽ ഏതാണെന്ന് കണ്ടാലോ? വെയിറ്റ് ചെയ്യേ. ഇതാണ് മെറ്റീരിയൽ. ജോർജറ്റാണ് ഫാബ്രിക്. 7 മീറ്റേഴ്സ് ഉണ്ട്. 1 മീറ്റർ ടോപ്പ് പോർഷനിലായിരിക്കും. ബാക്കി എത്ര ഉണ്ടാവും? 6 മീറ്റർ സ്കേർട്ട് പോർഷനിലേക്കാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടോപ്പ് പോർഷൻ്റെ ഹാൻഡ് വർക്കിൻ്റെ പീസ് കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം നമ്മളെ ലൈനിൽ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് വരും. ഓക്കെ, വെയിറ്റ്. ഇത് ഞാൻ കുറച്ച് ത്രെഡ് കുറച്ച് സെലക്ട് ചെയ്ത് വെച്ചതായിരുന്നു. ഈ ഒരു ഫാബ്രിക്കിന് ചേരുന്ന രീതിയിൽ ഏതൊക്കെയാണ് ഉള്ളതെന്ന് ഒന്ന് ജസ്റ്റ് വെച്ചതാണ്. ഇന്ന പിക്ചറൊന്നുമില്ല. ഞാൻ ഫ്രീ ഹാൻഡായിട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ എടുത്ത് വെച്ചതാണ്. നമുക്കിത് കട്ട് ചെയ്യുന്ന രീതി പറഞ്ഞുതരാം. ഫസ്റ്റ് ഞാൻ ഷോൾഡർ കട്ട് ചെയ്തു. ഷോൾഡറിൻ്റെ 14 വരുന്നത്. അതിൻ്റെ പകുതി എന്നിട്ട് ഒരു 1/2 ഇഞ്ച് കുറച്ചിട്ട് ഷോൾഡർ മാർക്ക് ചെയ്തു. പിന്നെ ആം ഹോൾ അതുപോലെ 14, അതും പകുതി തന്നെ എടുത്തിട്ട് ഒരു 1/2 ഇഞ്ച് കുറച്ചിട്ട് എടുത്തു. അതുമാതിരി തന്നെ നമ്മൾ ഷോൾഡർ സ്ലോപ്പും വരയ്ക്കണം. 1/2 ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആം ഹോൾ 6.5 എടുത്തിട്ട് വരയ്ക്കുക. പിന്നെ ചെസ്റ്റ് വേസ്റ്റ് വരച്ച് കട്ട് ചെയ്തു. ഞാൻ ഫസ്റ്റ് ക്രേപ്പാണ് ഞാൻ കട്ട് ചെയ്യുക. കാരണം അത് കട്ട് ചെയ്ത് അത് വെച്ചിട്ട് പാറ്റേൺ വരച്ചതിന് ശേഷം എനിക്ക് ഹാൻഡ് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ ഹാൻഡ് വർക്കല്ല സ്റ്റിച്ചിങ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്യാം. വേറൊരു കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും മാത്രമായിട്ടുള്ളത്. ഞാനിത് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടേ ഞാൻ എടുത്തിട്ടുള്ളൂ. കാരണം ലോങ് വീഡിയോ അധികം ആവേണ്ടെന്ന് വെച്ചിട്ടും പിന്നെ എൻ്റെ ഫോണിലാണെങ്കിൽ സ്റ്റോറേജ് പെട്ടെന്ന് കംപ്ലീറ്റ് ആണെന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ ജസ്റ്റ് ഹാൻഡ് വർക്ക് ഏത് പോർഷനിലാണ് വേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്തു. ഇത് പാണ്ട ചോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ചോക്കാണ്. അയൺ ചെയ്യുമ്പോൾ റിമൂവ് ആയി പോകും. കാരണം മറ്റേ ചോക്ക് വെച്ച് വരയ്ക്കുമ്പോഴത്തേക്കും അപ്പോൾ ഈ ചോക്കിൻ്റെ പാട് പോവത്തില്ല. അതുകൊണ്ട് ഞാൻ മേടിച്ചതാണ് പാണ്ട ചോക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് വെച്ച് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തു. പിന്നെ നമ്മൾ അയൺ ഇറേസബിൾ പെന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡിസൈൻ വരച്ചിരുന്നു. ഞാൻ നമ്മളെ ചെടി നിൽക്കുന്ന രീതിയിലുള്ള ഡിസൈനാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് വരച്ചു. പിന്നെ ഈ പുല്ലിൻ്റെ ഇതിലായതുകൊണ്ട് എയിമിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഹാൻഡ് വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് തന്നെ സ്റ്റെം സ്റ്റിച്ചാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. സ്റ്റെം സ്റ്റിച്ച് എളുപ്പമാണ് ചെയ്യാൻ. നമ്മളെ നല്ല ഭാഗത്താണെങ്കിൽ ഇങ്ങനെ ഒരു വളഞ്ഞായിട്ട് നിൽക്കും. അടിഭാഗത്താണെങ്കിൽ റൺ സ്റ്റിച്ചാണ് വരുന്നത്. ഫുൾ സ്റ്റാൻഡ് ഇട്ടിട്ടാണ് ഞാൻ ചെയ്തത്. അടുത്ത് ഇത് ഞാൻ മൊത്തം ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കി ഞാൻ വീഡിയോ എടുത്തത്. സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ സമ്മതിക്കത്തില്ല. അത് കഴിഞ്ഞ് അടുത്ത ഫ്ലവർ വരുന്ന വീൽ സ്റ്റിച്ചാണ് വരുന്നത്. ഇതിൽ കോമൺ ആയിട്ട് കൊടുത്തിട്ടുള്ളത് വീൽ സ്റ്റിച്ച്, ഫ്രഞ്ച് നോട്ട്, സാറ്റിൻ്റെ ലീഫ് സ്റ്റിച്ച്, ഫ്ലൈ സ്റ്റിച്ച്, സ്റ്റെം സ്റ്റിച്ച്. ഈ 3 സ്റ്റിച്ചസാണ് ഇതിൽ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ വീൽ സ്റ്റിച്ച് ചെയ്തു. ഫുൾ സ്റ്റാൻഡിൽ തന്നെയാണ്. 5 ഒരു റൗണ്ട് വരച്ചിട്ട് 5 ഇതായിട്ട്. നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ഹാൻഡ് വർക്കിൻ്റെ ഓരോ മോട്ടീഫിൻ്റെ ഓരോന്നായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അങ്ങനത്തെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഷോർട്സിലാക്കിയിട്ട് ചെയ്യാം. അതായത് വീൽ സ്റ്റിച്ചിൻ്റെ മാത്രമായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ വീലിൻ്റെ മാത്രമായിട്ടുള്ള സ്റ്റിച്ച്, ഫ്രഞ്ച് നോട്ടിൻ്റെ സ്റ്റിച്ച് അങ്ങനെ വേണമെങ്കിലും ഞാൻ ചെയ്യാം കേട്ടോ. എങ്ങനെ നിങ്ങൾക്ക് പഠിക്കാൻ ഇഷ്ടമെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. അത് കഴിഞ്ഞ് ഫ്ലൈ സ്റ്റിച്ചാണ് ചെയ്തത്. ഫ്ലൈ സ്റ്റിച്ചും അതേമാതിരി തന്നെയാണ്. 2 സൈഡും ഇങ്ങനെ സൂചി കുത്തിയിട്ട് സെൻറ്ററിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഇതളുടെ രീതി വരും. പിന്നെ ഫ്രഞ്ച് നോട്ടാണ്. ഫ്രഞ്ച് നോട്ട് 2 ചുറ്റിയിട്ട് ഒരു റിങ് സ്റ്റിച്ചിൻ്റെ രീതിയിൽ വരില്ല, നല്ല കട്ടിയിൽ തന്നെയാണ് വരുന്നത്. അത് തന്നെയാണ് 2 സൈഡ് വരുന്നത്. ഫ്ലൈ സ്റ്റിച്ചിൻ്റെ ഞാൻ സൈഡിലും ഞാൻ കൊടുത്തു. അതേമാതിരി ഇപ്പുറത്തെ സൈഡ് ഈ വൈറ്റ് കണ്ടില്ല, ഓഫ് വൈറ്റ്, അതേമാതിരി ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് എത്രമാത്രം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. ഇതിൽ മാക്സിമം ഈ സ്റ്റിച്ചസാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഹാൻഡ് വർക്ക് ചെയ്ത് നോക്കാൻ പറ്റുകയാണെങ്കിൽ ചെയ്ത് നോക്കുക. നമുക്കാണെങ്കിൽ അതായത് ഞാൻ ഈ ഒരു ഹാൻഡ് വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ ടൈം നോക്കുമ്പോൾ ഒരു 5-6 മണിക്കൂർ ടൈം വരും. കാരണം ബീഡ്സും എല്ലാം കൂടെ സ്പ്രെഡിങ്ങും എല്ലാം കൂടെ ആയിട്ട്
നമുക്ക് ചിലവ് വരുന്നത് ചിലപ്പോൾ ഒരു ത്രെഡും എല്ലാം കൂടെ ആയിട്ട് 150 ഒക്കെ വരുള്ളൂ. കാരണം മുത്തൊക്കെ വാങ്ങുമ്പോഴത്തേ നമ്മൾ കുറച്ച് കൂട്ടിയിട്ടല്ലേ വാങ്ങുക. അതായത് ഒരു 5-6 ഡ്രസ്സിനൊക്കെ ഉള്ളതായിരിക്കും വരിക. അധികം നമുക്ക് ബഡ്ജറ്റ് വരില്ല. നമുക്ക് എന്തെങ്കിലും നമ്മളെ പരിപാടിക്കല്ല, എന്തെങ്കിലും ഒരു പരിപാടിക്ക് പോകുമ്പോൾ തന്നെ നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് സ്റ്റിച്ചിങ് അറിയുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു ഹാൻഡ് വർക്കും കൂടെ ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു അട്രാക്ഷനും പാർട്ടി വെയർ ലുക്കും ആയിട്ടുണ്ടാവും. കാരണം കുറേ ഞാൻ ആൾക്കാരെ കണ്ട് സ്റ്റിച്ചിങ്ങിന് ബേസിക് അറിയാം, പക്ഷെ ഇങ്ങനത്തെ ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതുപോലെ നോക്കി ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി, ശരിയാവും ചെയ്യുന്നത്. അപ്പം അപ്പുറത്തെ സൈഡ് ഞാൻ ഫ്രഞ്ച് നോട്ടാണ് ഫുൾ 6 സ്റ്റാൻഡ് ഇട്ടിട്ട് തന്നെയാണ് ഈ ഒരു ഫ്രഞ്ച് നോട്ട് ചെയ്യുന്നത്. 5 നോട്ടുണ്ടാവും. നിങ്ങൾക്കിത് ഇനിയും സൂം ചെയ്തിട്ട് ഹാൻഡ് വർക്ക് പഠിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ചെറിയ ചെറിയ ഷോർട്ടായിട്ട് ഞാൻ ഇടാം എങ്ങനെയാണ് എന്നുള്ളത്. അതായത് കുഞ്ഞു മോട്ടീഫാക്കിയിട്ട് ഞാൻ ചെയ്തിട്ട് ഷോർട്സ് വീഡിയോ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഇടാം. അപ്പോൾ അടുത്ത് ഞാൻ ഈ പറഞ്ഞ വൈറ്റ് ബീഡ്സാണ് സ്പ്രെഡ് ആക്കുന്നത്, കുറച്ച് പാർട്ടി വെയർ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അത് അവിടെ തീർന്നു. പിന്നെ അത് കഴിഞ്ഞ് സ്ലീവും കട്ട് ചെയ്തു, നമ്മളെ സ്കേർട്ട് പോർഷനും കട്ട് ചെയ്തു. കാരണം ഞാൻ മൊത്തം ഒരുമിച്ച് കട്ട് ചെയ്ത് വച്ചിട്ടില്ലായിരുന്നു. മോനാണെങ്കിൽ കണ്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ സ്ലീവിനെയോ അവൻ ഈ വാല് പോലെയുള്ള കഷ്ണങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകും. അതുകൊണ്ട് ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് ഹാൻഡ് വർക്ക് കഴിഞ്ഞിട്ടാണ് എടുത്തത്. അപ്പോൾ സ്ലീവ് ലെഗോ മട്ടൺ സ്ലീവാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. ലെഗോ മട്ടൺ പ്ലസ് നമ്മളെ സെൻറ്ററിൽ ഇലാസ്റ്റിക് വരുന്ന രീതിയിൽ. അടുത്ത സ്കേർട്ടാണ് കട്ട് ചെയ്തത്. അതൊരു 4-5-6 പീസായിട്ട് മടക്കിയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഇത് എൻ്റെ ലെങ്ത്ത് വരുന്ന 35 ആണ്. അപ്പോൾ അതിന് ഈക്വലായിട്ട് ആകുമ്പോൾ 11 നമുക്ക് വേണ്ട. അപ്പോൾ 2 ഇഞ്ച് കൂട്ടിയിട്ട് അത് കട്ട് ചെയ്യുക. കാരണം മേലെ ഇങ്ങനെ ഒരു പ്രസ് അടി വരുന്നതുകൊണ്ട് നമുക്ക് തുണി കൂടുതലായിട്ട് വരും. പിന്നെ ഈ ഒരു മെഷർമെൻറ്റിലാണ് ഇത് കട്ട് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഫസ്റ്റത്തെ ലെയർ. ഫസ്റ്റത്തെ നമ്മളെ വേസ്റ്റ് ഇൻറ്റു 3 കൊടുത്തിട്ട് 100 ആണ് ഇഞ്ച് എടുത്തത്. ഞാൻ ഇഞ്ച് വൈസ് ആട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഡിസൈൻ ഈ സൈഡ് ഇടാം, ആ സ്കേർട്ടിൻ്റെ പോർഷൻ്റെ. അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ അറ്റൊന്ന് മടക്കി ഇങ്ങനെ അടിക്കുക. അതായത് ഫസ്റ്റത്തെ ലെയറിൻ്റെ അടിഭാഗവും പിന്നെ മേലെ നമ്മൾ പ്രസ് ചെയ്ത് ഇങ്ങനെ ചുരുക്കി ഇട്ട് കൊടുക്കൂലേ, ആ പോർഷനും നമ്മൾ മടക്കി ഇങ്ങനെ അടിക്കണം. ഓക്കെ, ഇത് ഞാൻ കാണിച്ചു തന്നാൽ ശരിയാവില്ല എന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു തന്നത്. അപ്പോൾ അതേമാതിരി ഞാൻ ആദ്യം പ്രസ് അടി കൊടുത്തു നമ്മൾ മടക്കിയിട്ട്. ഇത് ഞാൻ കുറച്ച് സ്റ്റിച്ച് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. ഇത് ഞാൻ പിന്നെ ഇത് വെച്ച് നമുക്ക് ചുരുക്കിട്ട് കൂടുതലും കുറഞ്ഞു വരാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ 4ആയിട്ട് മടക്കി വെച്ചിട്ട് അവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ചുരുക്കം എത്ര വരാമെന്ന് നോക്കാൻ പറ്റും. ഇതടുത്ത് അടിയിൽ ഈ മടക്ക് വന്ന പീസും മേലത്തതാണെങ്കിലും മേലെ ഒരു പീസും വയ്ക്കാം. ഏകദേശം ഒരു 1.5 ഇഞ്ച് ആ ഒരു ഗ്യാപ്പ് കൊടുത്തിട്ട് നമ്മൾ കുഞ്ഞാക്കി ചുരുക്കിടുക. മറ്റേ ലെയറിൻ്റെതാകുമ്പോഴത്തേക്കും നമ്മൾ മൊത്തത്തോടെ ഇങ്ങനെ മറിച്ച് വെച്ചിട്ടായിരിക്കുമല്ലോ ചെയ്യുന്നത്. ഇത് കുറച്ചൊരു റിസ്ക്കാണ്, കാരണം എല്ലാ പീസും മടക്കി അടിക്കണം. അപ്പോൾ നമുക്ക് അത്യാവശ്യം റേറ്റും ഇടാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഞാനിതിന് റേറ്റ് ഇടുന്നത് 1300-1500 സ്റ്റിച്ചിങ് ചാർജ് ഇടുന്നത്. കാരണം നമുക്ക് ഒരു 4 hours പണിയുണ്ട്, കാരണം കുറേ മടക്കി അടിക്കാനുണ്ടാവും. അപ്പോൾ ഇത് കുഞ്ഞു ചുരുക്കായിട്ട്. അടുത്തത് നമ്മൾ സ്ലീവാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അതിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ലെഗോ മട്ടൺ രീതിയിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അതായത് നോർമൽ സ്ലീവ് നമ്മൾ നോർമലായിട്ട് കട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് 2 ഇഞ്ച് സ്ട്രെയിറ്റ് എടുത്തിട്ട് സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ എടുത്തിട്ട് വരച്ചു. എന്നിട്ട് ഇലാസ്റ്റിക് അതിൻ്റെ ഈ സെൻറ്ററിൽ കൂടെയാണ് സ്റ്റിച്ച് ചെയ്ത് വരുന്നത്. അപ്പോൾ എൻ്റെ സ്ലീവ് ലെങ്ത്ത് വരുന്നത് 10 ആണ്. അപ്പം 10 ഇഞ്ചും കൂടെ ഞാൻ എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിരുന്നു, കാരണം ഈ ഇലാസ്റ്റിക് വയ്ക്കുമ്പം ചുരുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് 6 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് എടുത്തത്. നമ്മൾ ആ മാസ്കിൻ്റെ ഇലാസ്റ്റിക്കില്ലേ 4 ഇഞ്ചിൻ്റെ, അപ്പോൾ അതാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ 1/2 ഇഞ്ച് മടക്കി അടിക്കാറുണ്ടല്ലോ, അത് ഗ്യാപ്പ് ഇട്ടിട്ട് ബാക്കി പോർഷനിൽ വലിച്ചടിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് നമ്മൾ ഈ ലെഗോ മട്ടൻ്റെ സ്ലീവിൻ്റെ 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അതുവരെ നമ്മൾ വരച്ചിട്ടുണ്ടാവുള്ളൂ. അത് നമ്മൾ കറക്റ്റ് 10 ഇഞ്ച്, നമ്മൾ സ്ലീവിൻ്റെ 10 ഇഞ്ചിലാണ് ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഇത് അടിപൊളി സ്ലീവാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കാരണം നമുക്കൊരു പാർട്ടി വെയർ ആയിട്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മൾ മറ്റ് ഡ്രസ്സിൽ നിന്ന് നമ്മളൊന്ന് ഒരു അട്രാക്ഷൻ കിട്ടാനാണെങ്കിൽ ഒന്ന് വെറൈറ്റി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ഡ്രസ്സാണിത്. ഒന്ന് ട്രൈ ചെയ്ത്. ഇതാണ് അതിൻ്റെ ലാസ്റ്റ് ലുക്ക് വരുന്നത്. 3 ലെയറായിട്ട് 7 മീറ്ററാണ് മൊത്തം ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്.